അതുപോലെ വരുന്ന വാക്കുകളാണ്. അപ്പോൾ കരയുക, ഇപ്പോൾ ഇംഗ്ലീഷിൽ ക്രൈ എന്ന് മാത്രം പറയാൻ പറ്റും അല്ലേ. ക്രൈ. ഇവിടെ എന്താണ്? രോനെ, ഇങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കാം. അതുപോലെ ചിരിക്കുക അല്ലേ, അത് ലോഫ് എന്ന് മാത്രമേ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റൂ, ലോഫ് അല്ലേ. എന്നാൽ ഹിന്ദിയിലും മലയാളത്തിലും എന്ത് പറയാം? ചിരിക്കൂ അല്ലേ, ചിരി അല്ലേ, ചിരിക്കുക. അതുപോലെ എന്താണ്? ഹസ്തേ, കരയുക, ചിരിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ് ഇരിക്കൂ, വരൂ, പോകൂ, കളിക്കൂ അല്ലേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ നമ്മൾ എന്ത് പറയും? കാണുക അല്ലേ, സി എന്നുള്ള അർത്ഥം, കാണുക. വാച്ച് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ, സി, കാണുക അല്ലേ. അതുപോലെ തന്നെ പിന്നെ വരുന്ന വാക്കുകൾ ഇപ്പോൾ നമ്മൾ പറയും എന്താണ്? ഓ പഹാഡ് മേ എന്ന് പറയും അല്ലേ. ഓ പഹാഡ് മേ, അവരെവിടെയാണ്? മലയിലാണ്. ദേ ആർ ഇൻ ദി ഹിൽ. ഓ പഹാഡ് മേ. അപ്പോൾ ഇങ്ങനെ കുറേ വാക്കുകൾ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സംസാരിക്കാൻ പ്രാപ്തനാക്കും. വീണ്ടും 100%, 100 101% തന്നെ പറയാം, ഉറപ്പ് തരികയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. അപ്പോൾ ഹിന്ദി മലയാളം ഞാൻ മറ്റു രാജ്യങ്ങളിലെ ആളുകളെ അല്ലേ, അവർക്ക് നമുക്കറിയാം ഹിന്ദി മലയാളമൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് രാജ്യക്കാരുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ മുതൽ